മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. ആഹാ, ഇതാരാ? എന്തൊക്കെയുണ്ട് ചങ്ങാതി വിശേഷങ്ങൾ? ഓ, എന്തു പറയാനാ സഹോദര, തട്ടിമുട്ടിപ്പോകുന്നു. രണ്ട് സുഹൃത്തുക്കൾ ഏറെ നാൾ കാണുമ്പോഴുണ്ടാകാവുന്ന സംഭാഷണ ഭാഗമാണിത്. തട്ടിമുട്ടിപ്പോകുന്നു എന്ന വിവരണം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്പം ചില ക്ലേശങ്ങളുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നാണ്. മുട്ടുക എന്ന ക്രിയാരൂപത്തിന് തട്ടുക, ഇടിക്കുക, തടസ്സം വരിക തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഇടനാടൻ പാട്ടുകളിൽ അത്യാവശ്യത്തിന് മലമുട്ടാവശ്യം എന്നാണ് പറയുക. അടിയന്തരമായി വാങ്ങുന്ന ചെറിയ വായ്പയ്ക്ക് മുട്ടുവായ്പ എന്ന് പറയും. പൂജ മുടങ്ങാതിരിക്കാൻ പകരം നിയമിക്കുന്ന പൂജാരിക്ക് മുട്ടുശാന്തി എന്ന് പറഞ്ഞിരുന്നു. അതൊരു ഭാഷാശൈലിയായി. മുട്ടുശാന്തിക്ക് എന്തെങ്കിലും ചെയ്യണം, മുട്ടുശാന്തിക്ക് എന്തെങ്കിലും ചെയ്ത് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുകയാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളായി അത് പ്രത്യക്ഷപ്പെടുന്നു. മുട്ട് എന്ന നാമരൂപത്തിന് പല അർത്ഥങ്ങളുണ്ട്. മുട്ടുവേദന പൊതുവെ കാൽമുട്ടിൻ്റെ വേദനയാണല്ലോ. മുട്ട് ചിറകൂടിയാണ്. കുട്ടനാട്ടിൽ കൃഷിക്ക് മുമ്പ് മുട്ടുറപ്പിക്കുക പ്രധാന ചടങ്ങായിരുന്നു. മുട്ടുകാരനാണ് അയാൾ എന്ന പ്രയോഗത്തിന് പണത്തിന് ഞെരുക്കമുള്ളയാൾ എന്നാണ് അർത്ഥം. മുട്ട് തടസ്സമാണെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമാണ്. ശ്വാസ തടസ്സത്തിന് ചിലയിടങ്ങളിൽ ശ്വാസം മുട്ട് എന്ന് പറയും. മുട്ട് ചിലപ്പോൾ താങ്ങാകും. ചെടികൾക്കും വാഴയ്ക്കും ഒക്കെ താങ്ങ് കൊടുക്കുന്നതിന് മുട്ടുകൊടുക്കുക എന്ന് പറയും. ശ്രമിക്കുക, അഭ്യർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലും ഈ പദത്തിന് പ്രയോഗമുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന ബൈബിളിലെ വചനം ഓർമ്മിക്കാം. ഒന്ന് മുട്ടി നോക്കൂ, ചിലപ്പോൾ കാര്യം നടന്നേക്കാം എന്നതിൽ ശ്രമിച്ചു നോക്കൂ എന്ന ഉപദേശമാണുള്ളത്. മുട്ടുകയുടെ ഭൂതകാല രൂപം മുട്ടി എന്നാണെങ്കിലും അതൊരു നാമരൂപം കൂടിയാണ്. പൊട്ടിക്കാൻ പ്രയാസമുള്ള കല്ലിനോ തടിക്കോ മുട്ടി എന്ന് പറയും. മുട്ടം എന്നും പ്രയോഗമുണ്ട്. മുട്ടം വെട്ടുന്നവന് മുന്നാഴി, അടുക്കു പറയുന്നവന് അഞ്ഞാഴി എന്നൊരു നാട്ടുശൈലിയുണ്ട്. വഴിയറിയാതെ കുഴങ്ങുന്നതിന് മുട്ടിത്തിരിയുക എന്ന് പറയും. വീടുകളിൽ ഉണ്ടായിരുന്ന പൊക്കം കുറഞ്ഞ ഇരിപ്പിടത്തിന് മുട്ടിക്കുരണ്ടി എന്ന് പറഞ്ഞിരുന്നു. മുട്ടുമറിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിക്കാരൻ എന്ന് അർത്ഥമുണ്ട്. മുട്ടുന്നത് കൊണ്ട് അഥവാ ഇടിക്കുന്നത് കൊണ്ടാണോ ആണാടിന് മുട്ടാട് എന്ന് പേര് വന്നത്? മുട്ടൻ എന്നതിന് വലുത് എന്ന അർത്ഥമുള്ളതിനാൽ അങ്ങനെയും ആവാം ആ പേരിൻ്റെ വരവ്. കേരളത്തിൽ കണ്ടെടുത്ത ശാസനങ്ങളിൽ ആദ്യത്തേതായ വാഴപ്പള്ളി ശാസനത്തിൽ തിരുവാറ്റുവായി മുട്ടാപ്പലി വിലക്കുവോർ പെരുമാനടി കടുവ് 100 തീനാരം തണ്ടപ്പെടുവത് എന്ന് കാണാം. ക്ഷേത്രത്തിലെ നിത്യപൂജ മുടക്കുന്നവർ ചേരമാൻ പെരുമാൾക്ക് 100 ദിനാർ പിഴ ഒടുക്കണമെന്നാണ് നിർദ്ദേശം. ഇവിടുത്തെ മുട്ടാപ്പലി, മുട്ടാൻ, തടസ്സപ്പെടാൻ പാടില്ലാത്ത ബലി അഥവാ പൂജയാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.